PostgreSQL പ്രോഗ്രാമിംഗ് ലാബ്. സോ നമ്മൾ ഓരോ ദിവസവും ഓരോ പ്രോഗ്രാം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് ക്രിയേറ്റ് എ ടേബിൾ ഹോസ്പിറ്റൽ വിത്ത് ദ ഫീൽഡ് ഡോക്ടർ ID, ഡോക്ടർ നെയിം, ഡിപ്പാർട്ട്മെന്റ്, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്. ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ആ ടേബിൾ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ബാക്കിയുള്ള ക്വറീസ് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യുന്നത് ആ ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതിലെ ക്വറി നോക്കാം. പ്രോഗ്രാം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? സ്റ്റാർട്ടിൽ ഓൾ പ്രോഗ്രാംസ്. അപ്പോൾ അതിലിങ്ങനെ PostgreSQL എന്ന് കാണാൻ പറ്റും അല്ലേ? 9.6 ഇൻസ്റ്റാളേഷൻ ആണ്. അതിൽ SQL ഷെൽ PSQL PostgreSQL. ഓക്കെ, അത് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മുടെ സ്ക്രീനിൽ കാണാം. അപ്പോൾ ആ സ്ക്രീനിൽ ലോക്കൽ സർവർ നമ്മൾ ലോക്കൽ ഹോസ്റ്റ് ആണ്. ശേഷം ഡാറ്റാബേസ് അത് പോസ്റ്റ്ഗ്രസ് ആണ്. പോർട്ട് നമ്പർ 5433 ആണ്. യൂസർ നെയിം പോസ്റ്റ്ഗ്രസ് തന്നെയാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് പറയാം, നമുക്ക് സർവർ ചേഞ്ച് ഉണ്ടെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഡാറ്റാബേസ് പോസ്റ്റ്ഗ്രസ് ആണ് ബൈ ഡീഫോൾട്ട്. നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. പോർട്ട് നമ്പർ അതാണ്, എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാം അതേ സമയത്ത്. ഇപ്പോൾ യൂസർ നെയിം പോസ്റ്റ്ഗ്രസ് ആണ്. ഇനി പോസ്റ്റ്ഗ്രസ് ആയതുകൊണ്ട് നമ്മളൊന്നും ടൈപ്പ് ചെയ്ത് കൊടുക്കണില്ല. പാസ്വേഡ് ആണ്. പാസ്വേഡ് നമ്മൾ എന്ത് ചെയ്യണം? ടൈപ്പ് ചെയ്തേ പറ്റും. പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ അത് ഇൻസ്റ്റാളേഷൻ സമയത്ത് പാസ്വേഡ് ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പാസ്വേഡ് അപ്പോൾ ഞാൻ പറഞ്ഞ ഇൻസ്റ്റാളേഷൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ കണ്ടിട്ടുണ്ടാവും. ആ വീഡിയോയിൽ പ്രത്യേകം പറയേണ്ട പാസ്വേഡ് എപ്പോഴും ഓർമ്മ ഉണ്ടായിരിക്കണം. എപ്പോഴും ഓപ്പൺ ആക്കുന്ന ആ പാസ്വേഡ് മസ്റ്റ് ആണ്. അപ്പോൾ പാസ്വേഡ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ ഒരിക്കലും അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരില്ല. സ്റ്റാറും ഡിസ്പ്ലേ ചെയ്ത് വരില്ല. നമ്മൾ ടൈപ്പ് ചെയ്യുക, അത് അവിടെ ഡിസ്പ്ലേ ചെയ്യില്ല. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യുക? എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പാസ്വേഡ് ഓക്കെ ആണെങ്കിൽ കണ്ട ഏത് യൂസർ ആണോ ആ യൂസറിന് എൻ്ററിലൂടെ വന്ന് നോക്കും. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ക്വറി വർക്ക് ചെയ്യിപ്പിക്കാം. കോഡ് നോക്കി. ക്രിയേറ്റ് ടേബിൾ ഹോസ്പിറ്റൽ, ഡോക്ടർ ID വർക്കർ 15, പ്രൈമറി കീ ഇതൊരു കൺസ്ട്രെയിൻസ് ആണ്. പ്രൈമറി കീ സെറ്റ് എടുത്ത് ഡോക്ടർ നെയിം എന്നുള്ള കണ്ടന്റ് വർക്കർ 30, ഡിപ്പാർട്ട്മെന്റ് വർക്കർ 25. ഓക്കെ, അതുപോലെ ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു വർക്കർ 30, എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇന്റിജർ ആയി കൊടുത്തിട്ടുണ്ട്. ക്രിയേറ്റ് ടേബിൾ, ആ ടേബിൾ അവിടെ ക്രിയേറ്റ് ആയി. ക്ലിയർ? ഇനി നമുക്ക് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യണം ടേബിളിലോട്ട് അല്ലെ? ഇവിടെ നോക്കിയാൽ ഇൻസേർട്ട് ഇൻടു ഹോസ്പിറ്റൽ വാല്യൂസ് 103 അലക്സ് ENT MS then 2 year experience. ഓക്കെ, then എൻ്റർ ചെയ്ത് നോക്കാം. വാല്യൂസ് ആഡ് ചെയ്യുന്നു കണ്ടോ? അതാ 1 ഫസ്റ്റ് വാല്യൂ എന്ത് ചെയ്തു? ഫസ്റ്റ് റോ ആഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. then സെക്കൻഡ് റോ ഇൻസേർട്ട് ഇൻടു ഹോസ്പിറ്റൽ വാല്യൂസ് 105. ഇവിടെ രണ്ടും വാല്യൂസ് തന്നെ വളരെ എളുപ്പത്തിൽ നമ്മൾ എൻ്റർ ചെയ്ത്. ഇവിടെ ശരിക്കും ഇത് ഇൻസേർട്ട് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആട്രിബ്യൂട്ട് നെയിം ഇവിടെ മെൻഷൻ ചെയ്യണം. ആട്രിബ്യൂട്ട് നെയിം വെച്ചിട്ട് വാല്യൂസ് തന്നെ ഓരോന്നും ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് എങ്ങനെ ചെയ്യാനുള്ള ഇതിന്റെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ വാല്യൂസും ഇതുപോലെ കറക്റ്റ് ആയിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട് അസൈൻ ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇത് ഒരു കുറച്ചുകൂടെ എളുപ്പത്തിൽ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ? ടൈപ്പ് ചെയ്യാൻ പറ്റും. കറക്റ്റ് നമുക്കറിയാം ആ ഒരു ആട്രിബ്യൂട്ടുകളും ആട്രിബ്യൂട്ടിന്റെ സീക്വൻസും നമുക്ക് അറിയുന്നത് കൊണ്ടാണ് ഇതുപോലെ നമുക്ക് ടൈപ്പ് ചെയ്തിട്ട്. ഇപ്പോൾ ബാക്കിയുള്ള വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാം? ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. Insert into hospital values 107 and ortho MD 1 year experience. Okay, next hospital values at 102 Sam Onco MS 6. And the last എത്ര വേണം? ഇവിടെ 5 records പറയണല്ലേ? അപ്പോൾ 5 records നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. Okay, last one insert into hospital values 104 Deepak dental BDS 2 year experience. Clear അല്ലേ? ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. Select star from ടേബിൾ. ഏത് ടേബിൾ നെയിം ഏതായിരുന്നു? ഹോസ്പിറ്റൽ അല്ലേ? ഹോസ്പിറ്റൽ കംപ്ലീറ്റ് ഡാറ്റ ഇൻസെർട്ട് ചെയ്ത് കിട്ടി. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് കൂടി എന്താ നോക്കാം. ഡിസ്പ്ലേ ദ ഡീറ്റെയിൽസ് ഓഫ് ഡോക്ടേഴ്സ്. ഒരു പേഷ്യന്റ് നമ്മൾ ഡോക്ടേഴ്സിന്റെ ഡീറ്റെയിൽസ് കിട്ടണം. ഒരു ഡോക്ടർ നെയിമും അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്ന് അറിയണം. അപ്പോൾ ആ ഡിപ്പാർട്ട്മെന്റും ഡോക്ടർ നെയിം നമുക്ക് പ്രിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സെലക്ട് ഡോക്ടർ നെയിം ഡിപ്പാർട്ട്മെന്റ്. കണ്ടോ? ഈ രണ്ട് കോളംസ് നോക്കിയാൽ മതി. ഡോക്ടർ നെയിമും അറിയണം, ഡിപ്പാർട്ട്മെന്റും അറിയണം. അപ്പോൾ രണ്ട് ചൂസ് ചെയ്യാം. ഡോക്ടർ നെയിം, ഡിപ്പാർട്ട്മെന്റ് ഫ്രം ഹോസ്പിറ്റൽ. അപ്പോൾ ഹോസ്പിറ്റൽ എന്ന ടേബിളിൽ നിന്ന് ഡോക്ടർ നെയിമും ഡിപ്പാർട്ട്മെന്റും സെലക്ട് ചെയ്യാം. നോക്കാം. കണ്ടോ? ഡോക്ടർ നെയിം വന്നിട്ടുണ്ട്, ഡിപ്പാർട്ട്മെന്റ് വന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് കൂടി ഡിസ്പ്ലേ ദ ഡീറ്റെയിൽസ് ഓഫ് ഡോക്ടേഴ്സ് ഹു ഹാവ് ദ ക്വാളിഫിക്കേഷൻ MD. ഇപ്പോൾ ഡോക്ടേഴ്സ് MD ക്വാളിഫിക്കേഷൻ ഉള്ള ഡോക്ടേഴ്സിന്റെ നെയിം ഡിസ്പ്ലേ ചെയ്യാൻ. The details of doctors who have qualification MD. അപ്പോൾ MD ക്വാളിഫിക്കേഷൻ ഉള്ള ഡോക്ടേഴ്സ്. ഓക്കെ, സെലക്ട് ഡോക്ടർ നെയിം. നമുക്ക് ആവശ്യം ഡോക്ടർ നെയിം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡോക്ടർ നെയിം സെലക്ട് ചെയ്യാം. ഫ്രം ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിൽ നിന്ന്. ഇനി കണ്ടീഷൻ പറയണ്ട എന്തായിരുന്നു? ക്വാളിഫിക്കേഷൻ ഇസ് ഈക്വൽ ടു MD ക്വാളിഫിക്കേഷൻ ഉള്ളവർ മാത്രം പ്രിന്റ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? കണ്ടോ? ആരുള്ളത്? രമേശ് അതുപോലെ ആൻ രണ്ടുപേരുണ്ട് അല്ലേ? MD ക്വാളിഫിക്കേഷൻ രണ്ടുപേർക്കുണ്ട്. രമേശ് അതുപോലെ
ആൻഡ് രണ്ടുപേർക്ക് MD ക്വാളിഫിക്കേഷൻ, അതുപോലെ 2 എന്ന് കണ്ട്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയും നോക്കിയേ, ഇവിടെ ഉണ്ട് ഡിസ്പ്ലേ ഓൾ ഡോക്ടേഴ്സ് ഹു ഹാവ് മോർ ദാൻ 5 years എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സിന് വേണം. ബട്ട് ഡു നോട്ട് ഹാവ് ക്വാളിഫിക്കേഷൻ MD ഉണ്ടാകാൻ പറ്റില്ല. ക്വാളിഫിക്കേഷൻ MD ഇല്ലാതെ 5 years എക്സ്പീരിയൻസ് ആയുള്ള ഡോക്ടേഴ്സിന് പ്രിന്റ് ചെയ്യണം. അതിനുള്ള കുറി എഴുതണം. ഇവിടെ നോക്കി സെലക്ട് ഡോക്ടർ നെയിം ആണ് സെലക്ട് ചെയ്യേണ്ടത് ഫ്രം ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ടേബിളിൽ നിന്ന്. ഇനി കണ്ടീഷൻ നോക്കിയേ, വേർ ക്വാളിഫിക്കേഷൻ നോട്ട് ഈക്വൽ ടു MD, ക്വാളിഫിക്കേഷൻ MD ആകാൻ പറ്റില്ല. ആൻഡ് കൂടാതെ എക്സ്പീരിയൻസ് ഗ്രേറ്റർ ദാൻ 5, എക്സ്പീരിയൻസ് 5 ആകും വേണം, മാക്സിമം 5 എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 5 കൂടുതൽ വേഗം വേണം. കൂടാതെ ക്വാളിഫിക്കേഷൻ MD ആകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ആൻഡ് എന്നൊരു കൺജങ്ഷൻ ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യിപ്പിച്ചത്. ഓക്കെ, നമ്മൾ മുമ്പത്തെ കൊറിയയിലൊക്കെ പഠിച്ചിരുന്നായിരുന്നു വേർ കണ്ടീഷൻ ആയിരുന്നു അല്ലേ, മുമ്പത്തെ പ്രോഗ്രാമിൽ. അപ്പോൾ ഈ പ്രോഗ്രാമിൽ പഠിക്കുന്നത് ഈ കൺജങ്ഷൻ അതുപോലെ ഡിസ്ജങ്ഷൻ ആൻഡ് ഓപ്പറേഷൻസ് ആണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ആൻഡ് എന്ന ഒരു ഓപ്പറേഷൻ ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്, രണ്ടെണ്ണം ഉപയോഗിച്ച്. നോക്കാം കേട്ടോ. സാം എന്നുള്ള ആളാണുള്ളത്, സാം ഒരാൾ മാത്രമേ ഉള്ളൂ അല്ലേ. ഓക്കെ, ഇവിടെ സാമിന് 5 years എക്സ്പീരിയൻസ് വരുന്നത് സാം മാത്രമേ ഉള്ളൂ അല്ലേ. അബോവ് 5 എന്ന് പറഞ്ഞ് അവർ തന്നെ MS ആണ് ക്വാളിഫിക്കേഷൻ, MD അല്ലതാണ്. അപ്പോൾ ആ ഒരു വ്യക്തിയെ മാത്രം ചെയ്തു നമ്മൾ പ്രിന്റ് ചെയ്യിപ്പിച്ചു. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് കുറി നോക്കിയേ, ഡിസ്പ്ലേ ദ ഡോക്ടർ ഇൻ സ്കിൻ ഡിപ്പാർട്ട്മെന്റ്, സ്കിൻ സ്പെഷ്യലിസ്റ്റ് ആയ ഡോക്ടേഴ്സിന് മാത്രം പ്രിന്റ് ചെയ്ത് കിട്ടാം. ഓക്കെ, ഇപ്പോൾ കൂടെ നോക്കിയാൽ സെലക്ട് ഡോക്ടർ നെയിം ഫ്രം ഹോസ്പിറ്റൽ വേർ ഡിപ്പാർട്ട്മെന്റ് ഇസ് ഈക്വൽ ടു സ്കിൻ. ഇപ്പം നമ്മൾ ഡിപ്പാർട്ട്മെന്റ് വരെ ഓരോ ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ, ആ ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ച് എന്ത് ചെയ്യണം, വർക്ക് ചെയ്യിപ്പിക്കാം. നോക്കാം, ഡോക്ടർ നെയിം 0 ആരുമില്ല, ENT, കാർഡിയാക്, ഓർത്തോ, ഓങ്കോ, ഡെന്റൽ അല്ലെ. അപ്പോൾ ഇവിടെ ആരില്ല, സ്കിൻ സ്പെഷ്യലിസ്റ്റ് ആരുമില്ല, അതുകൊണ്ടാണ് അവിടെ 0 എന്ന് വന്നത്. ഉണ്ടെങ്കിൽ എന്തായിരിക്കും, എത്ര പേരുണ്ടോ അത്ര പേരെ ഡിസ്പ്ലേയിൽ കാണിക്കും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് കുറി നോക്കി, ഇവിടെ പറഞ്ഞു അപ്ഡേറ്റ് ദ എക്സ്പീരിയൻസ് ഓഫ് വിത്ത് ഡോക്ടർ. ഇവിടെ ഡോക്ടർ ID എന്നാണ്, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാണ്, ID എന്നാണ്, ഡോക്ടർ ID വിത്ത് ഡോക്ടർ ID 105 വിത്ത് 5. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യണം പറഞ്ഞത് എക്സ്പീരിയൻസ് ഓഫ് ഡോക്ടർ. ഇപ്പോൾ ഡോക്ടർ ID 105, 105 ഡോക്ടർ ID ഉള്ള ഒരാളുണ്ട്. അദ്ദേഹത്തെ ആ ഡോക്ടറിന്റെ എക്സ്പീരിയൻസ് എന്താക്കി മാറ്റണം, 5 ആക്കി മാറ്റണം. അപ്പോൾ ഓൾറെഡി അവർക്ക് എത്ര ഉണ്ടായിരുന്നു നോക്കാം അല്ലെ, 105 അല്ലേ പറഞ്ഞു, 105. രമേശ് കാർഡിയായി MD ആണ്, 3 year ആണ് എക്സ്പീരിയൻസ് ഇപ്പോൾ ഉള്ളൂ അല്ലെ. അതെന്താക്കി മാറ്റണം, 5 years ആക്കി ചേഞ്ച് ചെയ്യണം. അപ്പൊ അപ്ഡേറ്റ് കുറിയാണ് യൂസ് ചെയ്യുക. നോക്കാം, കൂടെ നോക്കിയേ, അപ്ഡേറ്റ് ഹോസ്പിറ്റൽ. അപ്പോൾ ഹോസ്പിറ്റൽ എന്ന ടേബിൾ അപ്ഡേറ്റ് ചെയ്യണം. സെറ്റ് എക്സ്പീരിയൻസ് ഇസ് ഈക്വൽ ടു 5, എക്സ്പീരിയൻസ് 5 ആക്കി സെറ്റ് ചെയ്യണം. വേർ ഡോക്ടർ ID ഇസ് ഈക്വൽ ടു 105, 105 എന്ന് പറഞ്ഞ ഡോക്ടർ ID ഉള്ള ആ ഡോക്ടറിന്റെ എക്സ്പീരിയൻസ് നമുക്ക് 5 ആക്കി അപ്ഡേറ്റ് ചെയ്യണം. ഇതില്ല ഹോസ്പിറ്റൽ എന്ന ടേബിളിൽ. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്ന കുറിയാണ് യൂസ് ചെയ്യുക. ഇത് ടേബിളിനകത്തുള്ള വാല്യൂസ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് DML ലാംഗ്വേജ് ഉപയോഗിച്ചത്, ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജിന് അപ്ഡേറ്റ് യൂസ് ചെയ്ത്. അപ്ഡേറ്റ് ഒരു ടേബിൾ അപ്ഡേറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് സെലക്ട് സ്റ്റാർ ഫ്രം അടിച്ചു നോക്കാം, സെലക്ട് സ്റ്റാർ ഫ്രം ഹോസ്പിറ്റൽ അല്ലേ. ഇതെന്താ കിട്ടി, ഇവിടെ 3 ആയിരുന്നില്ല, 6 ആക്കി മാറിയില്ലേ, 6 അല്ല 5 ഇതാ ലാസ്റ്റ് വൺ, രമേശ് കാർഡിയായി 3 ആയിരുന്നു, എന്തായാലും മാറി 105 ആയിരുന്നില്ലേ. അവരുടെ ID അതെന്തായി മാറി, 5 ആയിട്ട് ഇൻക്രീസ് ചെയ്തു, 3 ഇല്ല 5 ആയി ചെയ്തു. നെക്സ്റ്റ് ലാസ്റ്റ് കുറി, ഡിലീറ്റ് ദ ഡോക്ടർ വിത്ത് ഡോക്ടർ ID ഇസ് ഈക്വൽ ടു 104 ഡോക്ടർ ID ഉള്ള ഡോക്ടറെ നമുക്ക് എന്ത് ചെയ്യണം, ഡിലീറ്റ് ചെയ്യണം. ആ ഡോക്ടർ വേറെ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഈ ഡാറ്റാബേസ് ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ അതിനുള്ള കുറിയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡിലീറ്റ് ഫ്രം ഹോസ്പിറ്റലിൽ ഡിലീറ്റ് ചെയ്യണം. ആരെ, വേർ ഡോക്ടർ ID ഇസ് ഈക്വൽ ടു 104, ഡോക്ടർ ID 104 എന്നുള്ള ആരെന്ത് ചെയ്യണം, ഹോസ്പിറ്റലിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണം. ആ കുറി അതുപോലെ തന്നെ വായിക്കാൻ മതി. ഇപ്പോൾ ഡിലീറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. കണ്ടോ, ഡിലീറ്റ് 1, ഒരാളെ ഡിലീറ്റ് ചെയ്തു. നോക്കാം, ആരെ ഡിലീറ്റ് ചെയ്ത്, അവിടെ ഇവിടെ 104 കാണാനില്ലല്ലോ, ഇല്ല 104 എന്നുള്ള ആളെന്തായിരുന്നു, ഡിലീറ്റ് ആയി. 104 ആരായിരുന്നു, ദീപക് എന്ന് പറഞ്ഞ ആളെ, 2 year എക്സ്പീരിയൻസിലെ ദീപക്, അദ്ദേഹം ഇവിടുന്ന് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്രാവശ്യത്തെ നമ്മൾ കുറിയിൽ ഇൻസേർട്ട് ചെയ്യാൻ, അതുപോലെ ഡിസ്പ്ലേ ചെയ്യാൻ വേറെ കണ്ടീഷൻ ഉപയോഗിച്ചിട്ട് കൺജങ്ഷൻ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യാനുള്ള കണ്ടന്റ് ആണ് ഈ ഒരു പ്രോഗ്രാംസ് പഠിച്ചത്. ഓക്കെ, സോ നെക്സ്റ്റ് ഒരു പ്രോഗ്രാമുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.